ഹലോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ലോങ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ ഞാനിതെല്ലാം അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് നീ അത് മ്യൂട്ട് ചെയ്തു എന്ന് ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ സൗണ്ടാണ് എൻ്റെ സൗണ്ടിനേക്കാളും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ മേടിച്ച് ഞാനോർത്ത് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിനകത്തുനിന്ന്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാനൊരു യാൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ പല കളറാണ് എല്ലാം മേടിച്ചത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് തയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ കാര്യത്തിന് ഞാൻ തയ്ച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കും. വേണ്ടേ, ഇത്രയും എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലിരുന്ന നൂല് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ യാണും ഇല്ല എൻ്റെ കയ്യിൽ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വേറെ എന്തെങ്കിലും എനിക്കിത് ചേർത്തുമില്ല. അതായത് എൻ്റെ അളവിനല്ല ഇത് തീരെ ചെറുതായിപ്പോയി. കണ്ടോ, അത്രേ ഉള്ളൂ. ഞാൻ വെച്ച് കഴിയുമ്പോൾ എനിക്കത് കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു വേറെ ഒരെണ്ണം എന്തായാലും എനിക്കൊരു ഡ്രസ്സ് ചെയ്യണം എന്നുള്ള പ്ലാനിൽ ഞാൻ വാങ്ങിയതാണിത്. അതുകൊണ്ട് ഇത് നൂല് അറിയാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 4 എണ്ണം മേടിച്ചു. 4 എണ്ണം തന്നെ. ഇത് രണ്ടും കോംബോ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ബീഡ്സ് ഒന്നുമില്ല, കാണത്തില്ലെന്ന് തോന്നുന്നു. ഇത് ബീഡ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പ് ക്ലീനർ മേടിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ ഈ കളർ പൈപ്പ് ക്ലീനർ ഇല്ല. ഇതിൻ്റെ ഡാർക്ക് കളറുണ്ട്, പക്ഷേ ഈ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ കളർ പൈപ്പ് ക്ലീനർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇത് പോളൻ. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് തീരെ ചെറുതാണ്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതെൻ്റെ ചെറിയൊരു പ്ലാനിലുള്ളതാണ്. അപ്പം അതെത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം വരും വീഡിയോകളിൽ കാണാം. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് വെക്കാനായിട്ടുള്ള കൊളുത്തുമുണ്ട്. പിന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ നൂല് വേണം. ചെറിയ നൂല് മീൻസ് ഇതുപോലത്തെ ഈ ഒരു സൈസിലൊക്കെയുള്ള നൂല് നമുക്ക് വേണം. ഇപ്പം എൻ്റെ കയ്യിൽ നൂലുണ്ട്, പക്ഷെ അതിന് പറ്റിയ ഹുക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് പറ്റിയൊരു കുറച്ച് ഹുക്ക് മേടിച്ചു. നെക്സ്റ്റ് വന്നിട്ട് ഇത് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊന്ന് ഇത് നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ജസ്റ്റ് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് സീലായി വരും. കുറേ നാളായി എൻ്റെ കാർട്ടിൽ കിടക്കുന്നു, പക്ഷെ ഇന്നാണ് ഇപ്രാവശ്യമാണ് എനിക്ക് മേടിക്കാൻ പറ്റിയത്. നെക്സ്റ്റ് വന്നിട്ട് ഇതും ഒരു ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കണ്ടോ, ഇത്ര വലുതാണ്. ശരിക്കും ഞാനിത് ഈ ഹുക്കും കൊണ്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ വന്നപ്പം ഇതായിപ്പോയി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിവേ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് മേടിച്ച സാധനങ്ങളും കൂടെ കാണാം. ഇന്ന് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി മറ്റേ ഡ്രസ്സ് തയ്ച്ചിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിന് മാച്ചിങ് ആകും തോന്നുന്നു. ഇതിന് കൈ വെക്കാൻ പാകത്തിന് ഒരു കളർ മേടിച്ചതാണ്. ഇതാകുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പൊക്കോളും എനിക്ക് തോന്നുന്നു. അത് കുറഞ്ഞു വരരുത്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ മുല്ലപ്പൂ ചെയ്യുന്ന വീഡിയോ. ഇതിൻ്റെ ഇത്ര എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ വൈറ്റ് കളർ ഞാൻ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വൈറ്റ് കളർ മേടിച്ചു. ഇതാണ് മെയിനായിട്ടൊന്ന് മേടിക്കാൻ പോയത്. പിന്നെ എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ തീർന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കളർ കൂടെ മേടിച്ചു. വേറെ ഗ്രീൻ കളറൊന്നും കണ്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഇതേ ഉള്ളൂ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ലൈറ്റാവും, അത് വേറൊരു കളറിലേക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് മതി. പിന്നെ ജസ്റ്റ് ഈ ഒരു കളറും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് ക്യാമറയിൽ ഒരു ഇത്തിരി കൂടെ എന്താ പറയുക, ഒരു ഫ്ലൂറസെൻ്റ് കളറാണ്, പക്ഷെ ഇത്രയും ഫ്ലൂറസെൻ്റ് അല്ല കേട്ടോ. അപ്പം ഇങ്ങനെ 2 ഗ്രീൻ കളർ മേടിച്ചിട്ടുണ്ട്.
പിന്നെ ഇതെനിക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു യാണാണ്. ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് കുറേ തപ്പി അവിടെ തന്നെ ആണെങ്കിലും കുറേ തപ്പി, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് കാണിച്ചു തരാം. ഒരു പേപ്പർ ഇതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. കാണാം, ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്ലവറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊരെണ്ണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കാം. വരും വീഡിയോകളിൽ ഇത് കാണാം കേട്ടോ. ഞാനൊരു മിറർ മേടിച്ചിട്ടുണ്ട്. മിറർ അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു ചെറിയ മിററും. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ഇരുന്നപ്പം ജസ്റ്റ് ഒരു ജ്വല്ലറി ചെയ്യാൻ വേണ്ടി ബീഡ്സ് എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടൈപ്പ് നമ്മൾ ചൂണ്ടനൂലെന്നൊക്കെ പറയത്തില്ലേ, ആ നൂലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഇതും കൊണ്ട് ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പം ആ ബീഡ്സ് അതിനകത്തുനിന്ന് തെന്നി മാറിപ്പോവാം. അപ്പോൾ അതിരിക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതുപോലൊരു വയറിൻ്റെ ഒരു ഇത് മേടിക്കാമെന്ന് ഓർത്തു, ജ്വല്ലറിയൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി. ക്രോഷേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ബാഗൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വെച്ച് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടഞ്ഞിരുന്നോളൂ. രണ്ട് സൈഡിൽ നിന്നും നമ്മളിത് പിടിപ്പിച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അടഞ്ഞിരിക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചതാണ്. വേണ്ടേ, കണ്ടോ? ഇതൊക്കെ ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പം ഓൾറെഡി ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല പഫ് പോലെ ഇരിക്കും. ഒരു മിനിറ്റ് കണ്ടു, ഇത് കണ്ടോ? ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. നൂല് തന്നെ നല്ല സോഫ്റ്റാണ്. ഈ ബേബി യാൺ എന്നൊക്കെ പറയുന്നത് പോലത്തെ നല്ല സോഫ്റ്റ് യാൺ. അപ്പം ഇത് അത്രയും അത് തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരെണ്ണൂടെ വാങ്ങിയതാണ്. കാരണം എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയതാണ്, ഇനി അത് പറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത് ഒരെണ്ണം കൂടെ വാങ്ങി. എനിവേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയൊക്കെയാണ് ഞാനിന്ന് മേടിച്ചേക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.